നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഈ യൂണിറ്റിന്റെ പേര് പെർസ്പെക്റ്റീവ്സ് ഓൺ ക്രൈം കോസേഷൻ എന്നാണ്. അതായത് ക്ലാസിക്കൽ ക്രിമിനോളജി എന്ന ഒരു സ്കൂൾ ആണ്. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാർക്സിയൻ പെർസ്പെക്റ്റീവ്സ് എന്നിങ്ങനെ 3 പെർസ്പെക്റ്റീവ്സിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി എന്താണെന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജിയുടെ ആരംഭം. ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്, കുറ്റകൃത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആന്തരികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് കുറ്റകൃത്യം. ഒരു വ്യക്തി കുറ്റകൃത്യത്തിലേക്ക് വരുന്നത് ആ വ്യക്തിയിൽ സംഭവിക്കുന്ന, മനസ്സിനകത്ത് സംഭവിക്കുന്ന ചില തോന്നലുകളുടെയും അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ശിക്ഷയിലൂടെയും ഭീതിയിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെ തന്നെ കുറ്റങ്ങൾ തടയുകയാണ് വേണ്ടത് എന്ന ചിന്തയില് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ഫ്രീ വിൽ ആൻഡ് റാഷണാലിറ്റി എന്നതാണ് ഒന്നാമത്തെ സിദ്ധാന്തം. അതായത് മനുഷ്യർ കൃത്യങ്ങൾ ചെയ്യുന്നത് തങ്ങളുടെ സ്വതന്ത്ര ഇച്ഛപ്രകാരമാണ്. അപ്പോൾ അവർ ലാഭനഷ്ടങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ശിക്ഷയുടെ ലക്ഷ്യം. അതൊരു ഭയപ്പെടുത്തൽ, ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ് ശിക്ഷയുടെ ലക്ഷ്യം. അതായത് ഒരു വ്യക്തിക്ക് ഇനി കുറ്റവാസന ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന ഭീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരമായിട്ട് ഈ ക്ലാസിക്കൽ കാലഘട്ടത്തില് പറയുന്നത്. വ്യക്തിഗതമായിട്ടുള്ള ഭീഷണി, അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു ഭീഷണി ഉണ്ടാവുക, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഭീഷണിയും ഒക്കെ, ശിക്ഷയെ സംബന്ധിക്കുന്ന ഭീതിയും ഒക്കെ ഇതില് വരുന്നുണ്ട്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതും അതുപോലെ തന്നെ ഒരു പൊതുവായിട്ട് ജനറൽ ആയിട്ട് ഉള്ള പണിഷ്മെന്റുകളെ കുറിച്ചും ഒക്കെയുള്ള ഭീതി ഇതില് വരുന്നു. ഇനി ചില കേസുകളിലൊക്കെ പ്രൊപ്പോർഷണൽ പണിഷ്മെന്റുകൾ നൽകുക, അതായത് വളരെ മൃദുവായിട്ടുള്ള പണിഷ്മെന്റുകൾ നൽകുന്നതിനെ കുറിച്ചും ഇവിടെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരേ നിയമം ബാധകമാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ക്ലാസിക്കൽ ക്രിമിനോളജിയിൽ പറയുന്നത്. ഇവിടെ ശിക്ഷ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിയമത്തെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് ആയിട്ടാണ്, ഒരു സാമൂഹിക കരാറായിട്ടാണ് നിയമങ്ങളെ പ്രതിപാദിക്കുന്നത്. വ്യക്തികൾ സമൂഹത്തിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചില നിയമങ്ങൾ അനുസരിക്കാൻ, അതായത് അവരുടെ സ്വാതന്ത്ര്യം ഒരു പരിധിവരെ അടിയറവ് വെച്ചുകൊണ്ട് ചില നിയമങ്ങൾ അനുസരിക്കാനായിട്ട് വ്യക്തികൾ തയ്യാറായി മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ രൂപപ്പെട്ടത് എന്നതാണ് ഈ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ കുറ്റക്കാരെ അപേക്ഷിച്ച് കുറ്റകൃത്യത്തെ ആധാരമാക്കിയിട്ടാണ് പണിഷ്മെന്റുകൾ നൽകപ്പെടുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വ്യക്തികൾക്കും കുറ്റത്തിന് തുല്യ പണിഷ്മെന്റ് എന്നുള്ള ഒരു രീതി. അപ്പോൾ അവിടെ മറ്റു ക്രൈറ്റീരിയകൾ, കുറ്റകൃത്യത്തിന്റെ ഒരു റീസൺ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചിട്ടുള്ള വ്യക്തിയുടെ മറ്റു അലൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഇനി ഈ ഒരു മേഖലയിൽ ക്ലാസിക്കൽ ക്രിമിനോളജിയില് പ്രധാനപ്പെട്ട ചിന്തകരാരൊക്കെയാണെന്ന് നോക്കാം. അതില് സീസർ ബെക്കാരിയാണ് ഒന്നാമത്തെ പ്രമുഖ ചിന്തകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഓൺ ക്രൈംസ് ആൻഡ് പണിഷ്മെന്റ് എന്ന 1764 പുറത്തിറങ്ങിയ ഗ്രന്ഥത്തില് ഇദ്ദേഹം വളരെ വിശദമായിട്ട് ഈ ക്ലാസിക്കൽ ചിന്തയെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പീഡിപ്പിക്കലും ക്യാപിറ്റൽ പണിഷ്മെന്റിനും എതിരായിട്ടുള്ള നിലപാട്, അതായത് വളരെ ക്രൂരമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയും ഡെത്ത് പെനാൽറ്റിക്കൊക്കെ എതിരെ, ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ നൽകുന്നതിനൊക്കെ എതിരെയാണ് ഇദ്ദേഹം ഈ ഒരു പുസ്തകത്തില് സംസാരിക്കുന്നത്. ഇപ്പോൾ ശിക്ഷ വളരെ സ്വാഭാവികവും ന്യായവുമായിരിക്കണം, അല്ലാതെ അതിക്രൂരമായ ശിക്ഷ നൽകിക്കൂടാ എന്നതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, സീസർ ബെക്കാരിയയുടെ കാഴ്ചപ്പാട്. ഇനി അടുത്തത് ജെർമി ബെന്താമാണ് ഈ മേഖലയില് പ്രമുഖനായിട്ടുള്ള മറ്റൊരു
സൈദ്ധാന്തികൻ. ഇദ്ദേഹം ഒരു യൂട്ടിലിറ്റേറിയൻ ആണ്, യൂട്ടിലിറ്റേറിയൻ തത്വശാസ്ത്രമാണ്. അതായത് ഏറ്റവും ആളുകൾക്ക് അറ്റ്മോസ്റ്റ് പ്ലഷർ, അറ്റ്മോസ്റ്റ് പീപ്പിൾ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ന്യായം. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സന്തോഷം നൽകാൻ കഴിയുന്നത് എന്തോ അതൊക്കെയാണ് സൊസൈറ്റിയിൽ നിലവിൽ വരേണ്ടത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ചിന്ത. അപ്പൊ ആളുകള് സന്തോഷം, പരമാവധി സന്തോഷം സ്വീകരിക്കാനും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളെയും ചിന്തകളെയും ഒക്കെ പരമാവധി ഒഴിവാക്കുവാനുമുള്ള ഒരു ശ്രമം ജനങ്ങൾക്ക്, പീപ്പിളിന് ഉണ്ട് എന്നതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഇനി ക്രിമിനോളജിയിൽ അടുത്ത കാഴ്ചപ്പാട് പോസിറ്റീവ് സ്കൂൾ ഓഫ് ക്രിമിനോളജിയാണ്. പോസിറ്റീവ് സ്കൂളിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ കുറ്റകൃത്യങ്ങള് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ, കുറ്റകൃത്യങ്ങൾക്ക് റീസൺ ബിഹൈൻഡ് ദ ക്രൈംസ് ഉണ്ടായിരിക്കും. ഒരു കുറ്റകൃത്യത്തിന് പുറകില് പലതരത്തിലുള്ള ഇത്തരം കാരണങ്ങൾ ഉണ്ടായിരിക്കും. പല ഘടകങ്ങളും കുറ്റകൃത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നതാണ് ഈ ഒരു കാഴ്ചപ്പാട്. ഇനി ഇതിലെ പോസിറ്റീവ് ചിന്തയിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഡിറ്റർമിനേഷൻ ആണ്. ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവർത്തനം അവരുടെ മാനസികവും ശാരീരികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ഘടകങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് എന്നതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ കുറ്റം ചെയ്യുന്നത് അവരുടെ നിയന്ത്രണത്തിന് പുറത്തു നിന്നുള്ള ഒരു കാരണത്താലും ആവാം എന്നതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതുപോലെ ഈ ഒരു സിദ്ധാന്ത പ്രകാരം പറയുന്നത്. ദെൻ ഇൻഡിവിജ്വൽ ട്രീറ്റ്മെന്റ് ആണ്, വ്യക്തിഗതമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് പോസിറ്റീവ് തോട്ട്സിന്റെ മറ്റൊരു സിദ്ധാന്തം പറയുന്നു. ഓരോ കുറ്റവാളികളുടെ പശ്ചാത്തലവും വ്യത്യസ്തമാണ്. അപ്പൊ ഓരോരുത്തരും അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയോ അല്ലെങ്കിൽ ശിക്ഷയോ ഒക്കെയാണ് വേണ്ടത്. എല്ലാവർക്കും തെറ്റിന് തുല്യ ശിക്ഷ എന്ന നടപടി ശരിയാവില്ല. ഓരോരുത്തരും തെറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം ഡിഫറെന്റ് ആയിരിക്കും. ചിലവരുടെ കുറ്റകൃത്യത്തിന് പിന്നിൽ വളരെ തക്കതായ ഒരു ന്യായീകരണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ, അത്തരം കേസുകളിൽ ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷാ നടപടികളുമാണ് നൽകേണ്ടി വരിക എന്നതാണ് ഈ ഒരു കാഴ്ചപ്പാട്. ഇതിന് എംപെരിക്കൽ മെത്തേഡാണ്. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു സമീപനമാണ്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയും അതുപോലെ തന്നെ സാങ്കേതിക പരിശോധനയിലൂടെയും ഒക്കെ കുറ്റത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു രീതിയാണ് ഇത്. ഇതിലെ പ്രധാന ചിന്തകർ എന്ന് പറയുന്നത് സീസർ ലാംബ്രോസോയാണ്. ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സീസർ ലാംബ്രോസോയാണ് ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ദ ക്രിമിനൽ മാൻ എന്ന കൃതിയിൽ 1876 തന്നെ പുറത്തിറങ്ങിയത് ക്രിമിനൽ മാൻ എന്ന കൃതിയിൽ ഇതെല്ലാം ഇദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി ചില വ്യക്തികള് ജന്മന തന്നെ ബോൺ ക്രിമിനൽസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ബോൺ ക്രിമിനൽസ് ആയിരിക്കും, ജന്മന തന്നെ ഒരു കുറ്റ വാസനയുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അവര് നമുക്ക് ശാരീരിക ലക്ഷണങ്ങളൊക്കെ ഉപയോഗിച്ച് കുറ്റവാളികളെ കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വാദം എന്ന് പറയുന്നത്. ഇനി സൈക്കോളജിക്കൽ സ്കൂൾ ഓഫ് ക്രിമിനോളജി ആണ് മറ്റൊന്ന്. അപ്പൊ മനോവൈജ്ഞാനിക ക്രിമിനോളജി എന്ന് നമുക്ക് ഇതിനെ പറയാം. അപ്പോൾ അതിന്റെ ശ്രദ്ധാകേന്ദ്രം വ്യക്തിയുടെ മാനസിക തലങ്ങളിലേക്ക് വളരുന്നതാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിമിനോളജിയുടെ ഒരു കാഴ്ചപ്പാട്, ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് വ്യക്തികളുടെ മാനസിക അന്തരീക്ഷം, ശൈശവത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, വൈകാരികമായിട്ടുള്ള പ്രത്യേകതകൾ, ഇതെല്ലാം തന്നെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തെയും കുറ്റകൃത്യത്തിലേക്ക് വഴുതി വീഴാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കുന്നു എന്നതാണ് കാഴ്ചപ്പാട്. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചിൽ പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽ മെന്റൽ അബ്നോർമാലിറ്റീസ് ആണ്. അപ്പൊ ചില വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് ചില അബ്നോർമാലിറ്റീസ്, ചില വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് ഒരു മെന്റൽ ഡിസോർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ന്യൂറോസിസോ സൈക്കോസിസോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈക്കിക് ഡിസോർഡർ ഉള്ള വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള ബോധമണ്ഡലത്തിൽ പരിപൂർണമായ അറിവില്ലാതെ തന്നെ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, അവരെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കും. ദെൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. അതൊരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ASPD ആയിട്ട് വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് ഒരു കോണ്ടക്ട് ഡിസോർഡറിലേക്കൊക്കെ അല്ലെ, സ്വഭാവത്തിലുണ്ടാകുന്ന ചില വൈകൃതങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ വ്യക്തികളെ കുറ്റവാളികളാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. ദെൻ
സൈക്കോ അനലിറ്റിക്കൽ തിയറിയാണ് മറ്റൊന്ന്. ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്തത്. അപ്പൊ ഇവിടെ മനുഷ്യന്റെ മനസ്സില് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളാണ് മനുഷ്യന്റെ കുറ്റവാസനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അതായത് ഇത് എന്ന് പറയുന്നത് ഒരു ചിട്ടയില്ലാത്ത ആഗ്രഹങ്ങളെ, ആസ്പിരേഷൻസിനെ, അഭിലാഷങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഈഗോ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യ ബോധമാണ്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റിയുമായി വളരെയേറെ അടുത്ത് നിൽക്കുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. അത് റിയാലിറ്റിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന മേഖലയല്ല. അത് മനുഷ്യന്റെ പ്ലഷർ സീക്കിംഗ് മാത്രം, സന്തോഷം, സുഖം, ഇതൊക്കെ തിരയുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. മനുഷ്യന്റെ ആഗ്രഹ പൂർത്തീകരണമാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ ഈഗോ അങ്ങനെയല്ല. ഈഗോ യാഥാർത്ഥ്യ ബോധം, ഇപ്പോൾ ഉള്ള അവസ്ഥ അല്ലെങ്കിൽ പരിസ്ഥിതി, ചുറ്റുപാട്, ഇതിനെ കുറിച്ചൊക്കെ ബോധേഡ് ആണ് ഈഗോ. എന്നാൽ സൂപ്പർ ഈഗോയാണ് മറ്റൊരു മനുഷ്യന്റെ മനസ്സിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു നൈതിക ബോധമാണ്, ഒരു നീതിബോധം. മനുഷ്യ മനസ്സിലുള്ള ഒരു നീതിബോധത്തെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളില് അസന്തുലനം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കുട്ടികളുടെ ഉള്ളില് ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുന്നത്. ഇതെന്ന് പറയുന്നത് പ്ലഷർ സീക്കിംഗ് ആണ്. ചെറിയ കുട്ടികൾക്ക് ഒരു മിഠായി വേണം എന്ന് കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ കുട്ടി അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും കുട്ടിക്ക് അത് അപ്പോൾ തന്നെ കിട്ടിയിരിക്കണം. പാല് കുടിക്കാൻ കുട്ടിക്ക് ആഗ്രഹം തോന്നുന്ന നിമിഷത്തിൽ കുട്ടിക്ക് പാല് കിട്ടിയിരിക്കണം. അത് കുട്ടി എവിടെയാണെന്നോ കൂടെ ആരാണുള്ളതെന്നോ മറ്റു സാഹചര്യങ്ങളെ കുറിച്ചൊന്നും ഈ കുട്ടി ബോധേഡ് അല്ല. കുട്ടിയുടെ ആവശ്യം മാത്രമാണ് കുട്ടിക്ക് പ്രധാനം. അത് എന്തുകൊണ്ടാണ്? ഈ കുട്ടിയിൽ ഇതെന്ന അവസ്ഥയാണ് ഉയർന്നു നിൽക്കുന്നത്. എന്നാൽ ഈ കുട്ടി വളരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടത് ഇതിന്റെ ഒരു ലെവല് കുറഞ്ഞ് അവിടെ ഈഗോ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് യാഥാർത്ഥ്യബോധം വർക്ക് ചെയ്യാൻ ആരംഭിക്കണം. എന്നാൽ ചില ആളുകളിൽ ഈ ഇതെന്ന അവസ്ഥ തന്നെ എന്നും മുന്നിട്ട് നിൽക്കുമ്പോൾ, കൂടുതലായിട്ടും മുന്നിട്ട് നിൽക്കുമ്പോൾ അവർക്ക് കുറ്റവാസന ഉണ്ടാവും. ഇനി ഈഗോ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ ഒരു പോലീസ് ആയിട്ട് നമുക്ക് പറയാം. ഒരു പോലീസ് ഫോഴ്സ് ആണ് മനുഷ്യ മനസ്സിന്റെ. അതായത് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് എന്നത് നമ്മൾ ഓരോ മനുഷ്യരുടെയും ആഗ്രഹം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ ഇത് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറിയാൽ എന്താണ് സംഭവിക്കുക, അത് എന്റെ ഇമേജിനെ ബാധിക്കും എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന കാര്യം കൊണ്ടോ, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്ന കാര്യം കൊണ്ടോ, എന്തെങ്കിലും ഒരു കാരണത്താൽ മനസ്സിൽ തോന്നുന്നത് പോലെ പ്രവർത്തിക്കാതെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകും, അല്ലെ? നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശേഷിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത്. ഇത് സ്വന്തം ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യുന്നതല്ല, അല്ലെ? ഇപ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അതിന്റെ സാഹചര്യം അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നതാണ്, ഒരു പരിത്യജിക്കുകയാണ്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈഗോ എന്ന് പറയുന്നത്. എന്നാൽ സൂപ്പർ ഈഗോ അതല്ല. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അതൊരു നീതിബോധമാണ്, വളരെ ഉദാത്തമായിട്ടുള്ള ഒരു മേഖലയാണ്. ഇവിടെ നീതിബോധം ഉള്ള ഒരാൾക്ക് അതൊരു നമുക്ക് വേണം, പക്ഷേ അത് വേണ്ട എന്ന് വെക്കുന്നത് മറ്റുള്ളവരെ ഭയന്നിട്ടൊന്നുമല്ല. അത് സ്വന്തമായിട്ട് ഞാൻ സത്യമേ പറയൂ, അത് മറ്റുള്ളവരെന്തു വിചാരിക്കുമെന്ന് ഓർത്തിട്ടല്ല. അത് സത്യമാണ് ഞാൻ പറയേണ്ടത്, അതാണ് എൻ്റെ ആദർശം എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുന്നിട്ട് നിൽക്കുന്ന ആളുകള് കുറ്റവാസന കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഫ്രോയിഡിന്റെ മനഃശാലക അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തം പറയുന്നത്. ഇനി ലേണിംഗ് തിയറികൾ, പല ബിഹേവിയറൽ തിയറികളും ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ട അനുഭവങ്ങളിലൂടെയും കുറ്റവാളികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയൊക്കെ കുറ്റവാസന കൂടുന്നതായിട്ട് നമുക്ക് ഇത്തരം പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസും ഒരു അഗ്രഷൻ ഹൈപ്പോത്തിസിസും എല്ലാം തന്നെ വ്യക്തികളെ കുറ്റവാസനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു മേഖലയിൽ പ്രധാനപ്പെട്ട ചിന്തകർ ഒരാള് സിഗ്മണ്ട് ഫ്രോയിഡ് തന്നെയാണ്, മറ്റൊരാള് ഹാൻസ് ഐസ്നെക് ആണ്, അതുപോലെ തന്നെ ജോൺ ബൗൾബിയുടെ ഒക്കെ
ആശയങ്ങൾ ഈ സൈക്കോളജിക്കൽ അപ്രോച്ചിലേക്ക് കൂടുതൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മേഖലയിൽ അവസാനമായിട്ട് പഠിക്കുന്നത് മാക്സിയൻ പെർസ്പെക്റ്റീവ്സ് ആണ്. സോ മാക്സിയൻ പെർസ്പെക്റ്റീവ്സ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും സാമ്പത്തികവും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കുറ്റവാസനയെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്നത് എന്നതാണ് ഈ ഒരു സിദ്ധാന്തം. അപ്പോൾ ഇതനുസരിച്ചിട്ട് കാൾ മാക്സിന്റെ സാമൂഹിക തത്വചിന്തയുടെ ആധാരത്തിൽ നിന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട മാക്സിയൻ കാഴ്ചപ്പാടും എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് കുറ്റം ചെയ്യാനുള്ള വാസന നൽകുന്നത് സാമ്പത്തിക ഘടകങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങളോടുള്ള വ്യക്തിയുടെ പ്രതികരണവും ഒക്കെ ആയിട്ടാണ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നതാണ് ഈ ഒരു ചിന്ത. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങള് ഈ മൂലധനവാദവും ഒക്കെ ആയിട്ട് അതിനെ കുറ്റകൃത്യങ്ങളെ ബന്ധിപ്പിക്കുകയാണ്. ഇപ്പൊ പാവപ്പെട്ടവനും പണക്കാരനും എന്ന ചിന്ത അല്ലെങ്കിൽ ക്ലാസ്സുകളായിട്ട് അല്ലെ വർഗങ്ങളായിട്ട് മാറുന്നു. വർഗം ഉള്ളവനും ഇല്ലാത്തവനും, ഈ രണ്ട് വർഗങ്ങള് പരസ്പരം ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യുക, അതിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ ഉടലെടുക്കുന്നു. അതുപോലെ ഇല്ലാത്തവൻ ഉള്ളവനെതിരെ പ്രതികരിക്കുന്ന ഘട്ടങ്ങളിൽ കുറ്റകൃത്യങ്ങൾ ഉടലെടുക്കുന്നു. ഈ രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആണ് ഇദ്ദേഹത്തിന്റെ മാർക്സിയൻ ചിന്താഗതിയിലുള്ള കാഴ്ചപ്പാട്. ഇപ്പൊ നിയമം എന്ന് പറയുന്നത് സോവർണിറ്റിയുടെ പരമാധികാരത്തിന്റെ ഒരു ടൂൾ ആയിട്ടാണ് ഇവര് കണക്കാക്കുന്നത്. അപ്പൊ നിയമത്തിന്റെ വ്യാപനത്തിലൂടെ തന്നെയാണ് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുക എന്നതും ഇവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.